മന്ദം മന്ദം ചലതി ഗജ ഭീമാകാരോ ഭവതി ഗജ ദന്തൗ ദീർഘൗ ധരതി ഗജ കർണൗ ശൂർപൗ വഹതി ഗജ മന്ദം മന്ദം ചലതി ഗജ ഭീമാകാരോ ഭവതി ഗജ ദന്തൗ ദീർഘൗ ധരതി ഗജ കർണൗ ശൂർപൗ വഹതി ഗജ മേഘസമാനോ ഭാതി ഗജ ശുണ്ഠാമേകാം വഹതി ഗജ ചതുരപാദാൻ ധരതി ഗജ അസ്മാചിത്തം ഹരതി ഗജ മേഘസമാനോ ഭാതി ഗജ ശുണ്ഠാമേകാം വഹതി ഗജ ചതുരപാദാൻ ധരതി ഗജ അസ്മാചിത്തം ഹരതി ഗജ മന്ദം മന്ദം ചലതി ഗജ ഭീമാകാരോ ഭവതി ഗജ ദന്തൗ ദീർഘൗ ധരതി ഗജ കർണൗ ശൂർപൗ വഹതി ഗജ മേഘസമാനോ ഭാതി ഗജ ശുണ്ഠാമേകാം വഹതി ഗജ ചതുരപാദാൻ ധരതി ഗജ അസ്മചിത്തം ഹരതി ഗജ. പ്രിയ ഛാത്രാഹ, നിങ്ങൾ ഗജഹ ആനയെക്കുറിച്ചുള്ള പാട്ട് കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമായോ പാട്ട്? ആനയെ ഇഷ്ടമാണോ? ആനയെ ഏറെ ഇഷ്ടമാണല്ലേ? എവിടെയൊക്കെ ആനയെ കണ്ടിട്ടുണ്ട്? ആനയെ എവിടെയെല്ലാം കണ്ടിട്ടുണ്ട്? ഉത്സവ പറമ്പുകളിൽ കണ്ടിട്ടുണ്ട്. ഘോഷയാത്രകളിലും മറ്റുമൊക്കെ ആനയെ കണ്ടിട്ടുണ്ടല്ലേ? ഗജഹ. എന്താണ് ഗജഹ? നമ്മൾ രണ്ട് കുട്ടികൾ പാടുന്നതൊക്കെ കേട്ടു അല്ലേ? ഇനി നമുക്ക് എന്താണ് ആ പാട്ടിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിയ കുട്ടികൾ വാലിലും കൊമ്പിലും തുമ്പിക്കൈയിലും ഒക്കെ കയറി നിൽക്കുന്നു അല്ലേ? ഇനി ആ പാട്ടിലൂടെ എന്താണ് ഗജഹ ആനയെ കുറിച്ച് പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതില് ഗ ജ ഹ ഈ രണ്ടക്ഷരവും നമുക്ക് സുപരിചിതമാണ്. നമ്മൾ ആദ്യമേ പഠിച്ചതാണ്. ഗ ജായും പഠിച്ചു. ഗജഹ അല്ലേ? ഓരോ വരികളായി നമുക്ക് നോക്കാം. ആദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? മന്ദം മന്ദം ചലതി ഗജ. എന്താണ് പറഞ്ഞത്? മന്ദം മന്ദം ചലതി ഗജഹ. മന്ദം മന്ദം മാ ഇന്ദ ഞായും ദായും അമ്മടയാളോ മന്ദം. മാ ഇന്ദം മാ ന ദ അം മന്ദം. മന്ദം 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 എന്ന് വെച്ചാൽ എന്താണ്? പതുക്കെ പതുക്കെ. മന്ദം മന്ദം പതുക്കെ പതുക്കെ. മന്ദം മന്ദം. അടുത്ത് നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണ്. ആദ്യം ഏതാണ് അക്ഷരം? ച. നമ്മൾ പഠിച്ചു അല്ലേ? ച. അടുത്തത് ഏതാ? ല. ലായും നമ്മൾ പഠിച്ചു. തി. ചലതി. മന്ദം മന്ദം ചലതി ഗജഹ. മന്ദം 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 പതുക്കെ പതുക്കെ. ചലതി ഗജഹ. ചലതി നടക്കുന്നു. ചലതി. ചലതി എന്ന് വെച്ചാൽ നടക്കുന്നു. കഹ മന്ദം മന്ദം ചലതി. ഗജഹ ആന. അപ്പോ ഗജഹ കീദൃശം ചലതി എങ്ങനെയാണ് നടക്കുന്നത്? മന്ദം മന്ദം. നിങ്ങള് ഗജഹ ആന നടക്കണ കണ്ടിട്ടില്ലേ? ഹൈ സ്പീഡിന് ഓടിയാണോ പോകുന്നത്? അല്ല, പതുക്കെ പതുക്കെയാണ് നടക്കുന്നത് അല്ലേ? മന്ദം മന്ദം ചലതി ഗജഹ. മന്ദം മന്ദം ചലതി ഗജഹ. മന്ദം മന്ദം പതുക്കെ പതുക്കെ. ചലതി ചലതി ഗജഹ. അപ്പൊ നമ്മൾ എങ്ങനെ വായിക്കും? മന്ദം മന്ദം ചലതി ഗജഹ. മ ഇന്ദം മന്ദം വായിക്കാൻ പറ്റുമല്ലോ. മന്ദം മന്ദം. അടുത്ത വാക്ക് നമുക്ക് വായിക്കാം. ചലതി 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 ഗജഹ. അടുത്തെന്താ? ഭീമാകാരോ ഭവതി ഗജഹ. ഭീമാകാരോ.
ഭീമാകാരോ. ഇതിലെ എല്ലാ അക്ഷരങ്ങളും നമുക്ക് അറിയാം. ഓ അടയാളം ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഭീമാകാരോ ഭീമാകാരോ. ഭവതി ഇതും നമ്മൾ പഠിച്ചാണ്. ഭവതി ഭവതി. ഭീമാകാരോ ഭവതി ഗജഃ. ഭീമാകാരം എന്ന് വെച്ചാൽ വലിയ ശരീരം. ആന കുഞ്ഞു സാധനമാണോ? ഒരു കുഞ്ഞു ജീവിയാണോ ആന? അല്ല. ആന കരയിലെ ഏറ്റവും വലിയ ജീവിയാണല്ലേ. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ഗജഃ ആന. അപ്പോ ഭീമാകാരോ ഭവതി ഗജഃ. ഭീമാകാരനാണ്, വലിയ ശരീരത്തോട് കൂടിയതാകുന്നു ആന. ഭവതി ആകുന്നു. ഭവതി ഭവതി ആകുന്നു. കഹ ഭീമാകാരോ ഭവതി ഗജഃ. ഗജഃ കീദൃശം ഭവതി? ഭീമാകാരോ ഭവതി. അപ്പോ ഗജഃ ഭീമാകാരോ ഭവതി. ഗജഃ മന്ദം മന്ദം ചലതി ഭീമാകാരോ ഭവതി. ഭീമാകാരോ ഭവതി ഗജഃ. വായിക്കാൻ പറ്റുമല്ലോ. ഭ ഭീ മാ ഭീമാകാരോ ഭീമാകാരോ ഭീമാകാരോ. ഭവതി ഭവതി ഗജഃ ഗജഃ. ഭീമാകാരോ ഭവതി ഗജഃ. നമുക്ക് അക്ഷരം പറഞ്ഞ് വായിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന പരിചിതമായ ഇപ്പോഴിതിനു മുന്നേയുള്ള ക്ലാസ്സുകളിൽ പഠിച്ച അക്ഷരങ്ങളാണ്. അപ്പൊ അത് വെച്ച് നമുക്ക് വായിക്കാവുന്നതേ ഉള്ളൂ. അടുത്ത എന്താണ്? അപ്പൊ നമ്മൾ പറഞ്ഞു മന്ദം മന്ദം ചലതി ഗജ ഭീമാകാരോ ഭവതി ഗജ. അടുത്ത് നോക്കൂ, ആദ്യത്തെ അക്ഷരം ഏതാണ്? ദ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദന്തൗ. ഞായും തായും കൂടി ചേർത്ത് ദന്തൗ. ദന്തൗ ദീർഘൗ ദരതി ഗജഃ. ദന്തൗ ദീർഘൗ ദരതി ഗജഃ. ദന്തൗ ദന്തഃ പല്ല്. ആനയുടെ കൊമ്പ്. കൊമ്പ് എങ്ങനെയാ ഉണ്ടായത്? ആനയുടെ 2 പല്ല് നീണ്ടു വളർന്നാണ് കൊമ്പുണ്ടായത്. ദന്തൗ ദീർഘൗ ദരതി ഗജ. ആനയുടെ ദന്തൗ ദന്തഃ പല്ല്. ദന്തൗ 2 പല്ല്. ദന്തൗ ദീർഘൗ രണ്ടും വലുതാണ്, നീളമുള്ളതാണ് അല്ലേ. ദന്തൗ ദീർഘൗ എന്തു ചെയ്തു? ധരതി ഗജഃ. ഈ 2 വലിയ പല്ലും കൊമ്പുകളും ധരിച്ചുകൊണ്ടാണ് ആന നടക്കുന്നത്. ആനയെ കണ്ടിട്ടില്ലേ? ആനയുടെ ഏറ്റവും വലിയ ഗമ എന്താ? അതിന്റെ തുമ്പിക്കൈയും ആ കൊമ്പും തന്നെയാണല്ലേ. നമുക്ക് കൊമ്പനാനയ്ക്കാണ് എന്തുള്ളത്? കൊമ്പുള്ളത്. പിടിയാനയ്ക്ക് കൊമ്പുണ്ടോ? ഇല്ല. അപ്പൊ ആണാനയാണ് കൊമ്പനാന. അപ്പൊ കൊമ്പനാനയ്ക്ക് കൊമ്പുണ്ട്. ആ ദന്തൗ കൊമ്പുകളാണ് അതിന്റെ ഗമ അല്ലേ. ദന്തൗ ദീർഘൗ ധരതി ഗജഃ. നമ്മൾ എഴുന്നള്ളത്തിനൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ അതിൻ്റെ ഓണറൊക്കെ വലിയ ഗമയിൽ, ഓണറല്ല പാപ്പാനല്ലേ, അതിൻ്റെ കൊമ്പിലല്ലേ ഇങ്ങനെ ഗമയിലൊക്കെ പിടിച്ച് നടക്കുന്നത് അല്ലേ. ദന്തൗ ദീർഘൗ ധരതി ഗജഃ. ധരതി ധരിക്കുന്നു. അപ്പം നീണ്ട 2 കൊമ്പുകൾ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ പതുക്കെയാണ് നടക്കുന്നത്. മന്ദം മന്ദം ചലതി. പിന്നെന്താ പറഞ്ഞത്? മന്ദം മന്ദം ചലതി ഗജഃ ഭീമാകാരഃ അല്ലേ. ഭീമാകാരമാണ്, വലിയ ശരീരമാണ്. ദന്തൗ ദീർഘൗ ധരതി ഗജഃ. ദന്തൗ 2 പല്ലുകൾ. എങ്ങനെയുള്ള 2 പല്ലുകൾ? ദീർഘൗ നീളമുള്ള 2 പല്ല്. ദീർഘൗ ദന്തൗ ധരതി ഗജഃ. ആന 2 ദീർഘമുള്ള പല്ലുകൾ ധരിച്ചിട്ടുണ്ട്, കൊമ്പുകൾ. ആനയുടെ പല്ലിന് നമ്മൾ എന്താ പറയുക? കൊമ്പ്. അടുത്ത് നോക്കൂ. കർണൗ ശൂർപൗ വഹതി ഗജ. എന്താണ്? കർണൗ ശൂർപൗ
വഹതി ഗജഃ. കർണൗ ശൂർപൗ വഹതി ഗജഃ. കർണൗ, കർണൗ എന്ന് വെച്ചാൽ ചെവികൾ. കർണഹ ചെവി, കർണൗ രണ്ട് ചെവികൾ. കർണൗ എങ്ങനെയാണ്? ശൂർപൗ, ശൂർപഹ എന്ന് വെച്ചാൽ മുറം. മുറം പോലത്തെ ചെവികളാണ്. ആനയുടെ ചെവി നമ്മുടെ ചെവി പോലെ ഇച്ചി പോലെയുള്ളതാണോ? അല്ല, വലിയ ചെവികളാണ് അല്ലേ. കർണൗ ശൂർപൗ വഹതി ഗജ. മുറം പോലെ രണ്ട് വലിയ ചെവികളാണ് ആനയ്ക്കുള്ളത്. കർണൗ ശൂർപൗ വഹതി ഗജഃ. എന്താണ്? കർണൗ. കായും നായും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറടയാളവും അവവും മാത്രമേ പുതിയതുള്ളൂ. കർണൗ ശൂർപൗ വഹതി, വഹതി, വഹതി ഗജഃ. അപ്പോ എന്തൊക്കെയാണ്? മന്ദം മന്ദം ചലതി, പതുക്കെ പതുക്കെ നടക്കുന്നു. ഭീമാകാരോ ഭവതി, വലിയ ആകാരം ശരീരമാണ്. ദന്തൗ ദീർഘൗ, രണ്ട് നീണ്ട പല്ലുകളാണ്. കർണൗ ശൂർപൗ, കർണൗ ചെവികൾ എങ്ങനെയാണ്? ശൂർപൗ മുറം പോലത്തേതാണ്. അടുത്ത് പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? മേഘസമാനോ ഭാതി ഗജഃ. മേഘസമാനോ ഭാതി ഗജ. മേഘസമാനഃ, മേഘസമാനം മേഘത്തെ പോലെ, മേഘത്തെ പോലെ. ഭാതി ഗജ ശോഭിക്കുന്നു. ഭാതി ശോഭിക്കുന്നു. ഗജഃ ആന. മേഘ, മേഘ സമാനോ, മേഘസമാനോ, മേഘസമാനോ ഭാതി, ഭാതി. മേഘസമാനോ ഭാതി ഗജഃ. മേഘത്തെ പോലെ ശോഭിക്കുന്നു. മേഘസമാനോ ഭാതി ഗജഃ. മേഘത്തെ പോലെ ശോഭിക്കുന്നു. വലിയ ഭീമാകാരമൊക്കെ ആയിട്ട്, വലിയ ആകൃതിയൊക്കെ ആയിട്ട് മേഘത്തെ പോലെ. അതുപോലെ അതിന്റെ നിറം എന്താണ്? കാർമേഘത്തിന്റെ നിറമാണല്ലേ. മഴക്കോള് വരുമ്പോൾ നിങ്ങൾ ആകാശത്ത് നോക്കിയിട്ടുണ്ടോ? മേഘം ഇരുണ്ടുകൂടി നിൽക്കുന്ന അതേ നിറമല്ലേ നമ്മുടെ ആനയ്ക്കുമുള്ളത്. മേഘസമാനോ ഭാതി ഗജഃ. മേഘസമാനോ ഭാതി ഗജഃ. ഭാതി ശോഭിക്കുന്നു, മേഘത്തെ പോലെ ശോഭിക്കുന്നു. മേഘസമാനോ ഭാതി ഗജഃ. അടുത്തോ ശുണ്ഡാമേകാം വഹതി ഗജഃ. ശുണ്ഡ, ശുണ്ഡ തുമ്പിക്കൈ. ഏകാം ഒരു, ഒരു തുമ്പിക്കൈ അല്ലെ. ശുണ്ഡാമേകാം, ഏകാം ശുണ്ഡ. വഹതി, വഹതി ഗജഃ. ശുണ്ഡാമേകാം വഹതി ഗജഃ. ശുണ്ഡാമേകാം വഹതി ഗജഃ. ഒരു തുമ്പിക്കൈ ഉണ്ട്. പിന്നെയോ ചതുരഃ പാദാൻ ധരതി ഗജഃ. ചതുരഃ, ചതുരഃ, ചതുരഃ നാല്. ചതുരഃ, ചതുരഃ നാല്. പാദാൻ, പാദാൻ, പാദാൻ കാലുകൾ. ചതുരഃ പാദാൻ ധരതി, ധരതി ഗജഃ. ചതുരഃ പാദാൻ ധരതി ഗജഃ. നാല് കാലുകളുണ്ട് അല്ലേ. ചതുരഃ പാദാൻ ധരതി ഗജഃ. നാല് കാലുകൾ ധരിച്ചിരിക്കുന്നുണ്ട്. ഒന്ന് ഏകഃ ദ്വൗ ത്രീണി ചത്വാരി അല്ലേ. ചതുരഃ നാല് കാലുകളുണ്ട്. അസ്മചിത്തം ഹരതി ഗജഃ. അസ്മചിത്തം, അസ്മത് ചിത്തം. അസ്മത് നമ്മുടെ, അസ്മത് നമ്മുടെ. ചിത്തം മനസ്സ്. അസ്മചിത്തം ഹരതി, ഹരതി ഗജഃ. അസ്മചിത്തം ഹരതി ഗജഃ. നമ്മുടെ മനസ്സിനെ
സന്തോഷിപ്പിക്കുന്നു, ആകർഷിപ്പിക്കുന്നു. സന്തോഷിപ്പിക്കുന്നല്ല, ആകർഷിക്കുന്നു. ഹരതി ആകർഷിക്കുന്നു. അസ്മച്ചിത്തം ഹരതി ഗജഃ. നമ്മുടെ മനസ്സിനെ എന്തു ചെയ്യുന്നു? ആകർഷിപ്പിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? മേഘസമാനോ ഭാതി ഗജഃ. മേഘത്തെ പോലെ അല്ലെ, കറുത്തിരുണ്ട് അല്ലെ, ഭയങ്കര കറുപ്പാണോ? അല്ല, മേഘത്തിന്റെ നിറമാണ്. കാർമേഘത്തിന്റെ നിറമാണ്. മേഘസമാനോ, മേഘത്തെ പോലെ ശോഭിക്കുന്നു. ശുണ്ഡാമേകാം വഹതി ഗജ. ഏകാം ശുണ്ഡ, ഒരു തുമ്പിക്കൈ ഉണ്ട്. ചതുരഹ പാദാൻ ധരതി ഗജഃ. 4 കാലുകളുണ്ട്. അസ്മച്ചിത്തം ഹരതി ഗജഃ. നമ്മുടെ മനസ്സിനെ ആകർഷിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പാട്ടിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കാം. മന്ദം മന്ദം ചലതി ഗജഃ. അടുത്തെന്താണ്? ഭീമാകാരോ ഭവതി ഗജഃ. അടുത്തത് ദന്തൗ ദീർഘൗ ധരതി ഗജഃ. കർണൗ ശൂർപൗ വഹതി ഗജഃ. ഒന്നുകൂടി വായിച്ചു നോക്കിയേ. മന്ദം മന്ദം ചലതി ഗജഃ. ഭീമാകാരോ ഭവതി ഗജഃ. ദന്തൗ ദീർഘൗ ധരതി ഗജഃ. കർണൗ ശൂർപൗ വഹതി ഗജഃ. ഇപ്പൊ വായിക്കാൻ പറ്റുമല്ലോ. മന്ദം മന്ദം ചലതി ഗജഃ. ഭീമാകാരോ ഭവതി ഗജഃ. ദന്തൗ ദീർഘൗ ധരതി ഗജഃ. കർണൗ ശൂർപൗ വഹതി ഗജഃ. മേഘസമാനോ ഭാതി ഗജഃ. എന്താണ്? മേഘസമാനോ ഭാതി ഗജഃ. ശുണ്ഡാമേകാം വഹതി ഗജഃ. ശുണ്ഡാമേകാം വഹതി ഗജഃ. ചതുരഃ പാദാൻ ധരതി ഗജഃ. ചതുരഃ പാദാൻ ധരതി ഗജഃ. അസ്മച്ചിത്തം ഹരതി ഗജഃ. അപ്പൊ എന്തൊക്കെയാണ്? മേഘസമാനോ ഭാതി ഗജഃ. മേഘസമാനോ ഭാതി ഗജഃ. ശുണ്ഡാമേകാം വഹതി ഗജഃ. ശുണ്ഡാമേകാം വഹതി ഗജഃ. ചതുരഃ പാദാൻ ധരതി ഗജഃ. അസ്മച്ചിത്തം ഹരതി ഗജഃ. മേഘസമാനോ ഭാതി ഗജഃ. ശുണ്ഡാമേകാം വഹതി ഗജഃ. ചതുരപാദാൻ ധരതി ഗജഃ. അസ്മച്ചിത്തം ഹരതി ഗജഃ. എങ്ങനെയാണ്? മേഘസമാനോ ഭാതി ഗജഃ. ശുണ്ഡാമേകാം വഹതി ഗജഃ. ചതുരപാദാൻ ധരതി ഗജഃ. അസ്മച്ചിത്തം ഹരതി ഗജഃ. കൂട്ടുകാരെ, നമുക്കിനി ഈ ഗജഃ ആനയുടെ ഈ ഭാഗങ്ങളൊന്നും കൂടി നോക്കാം. അതിൽ നമ്മൾ പഠിക്കാത്ത ഒരു ഭാഗം കൂടി പറയുന്നുണ്ട് അല്ലേ. ഇത് ഏതാണ് ഭാഗം? ഇത് കുട്ടി തൂങ്ങിക്കിടക്കുന്നത് ഒരു ബാലഹ. ദന്തഹ. എന്താണ്? ദന്തഹ, കൊമ്പ്. കൊമ്പിന് എന്താണ് പറയണത്? ദന്തഹ. ദന്തഹ, കൊമ്പ്. ഇതോ ചെവി അല്ലെ. കർണഹ. ചെവിക്ക് എന്താ പറയുക? കർണഹ, ചെവി. ദന്തഹ, കൊമ്പ്. കർണഹ, ചെവി. ശുണ്ഠ. ശുണ്ഠ. ശുണ്ഠ എന്താണ്? തുമ്പിക്കൈ. അപ്പോ ഇനി ആനയുടെ കൊമ്പ് കണ്ടാൽ നമ്മൾ എന്ത് പറയും? ദന്തഹ. ചെവി കണ്ടാൽ എന്ത് പറയും?
കർണഹ. നമ്മുടെ ചെവിക്കും കർണം എന്ന് തന്നെയാണ് പറയുന്നത്. കർണഹ. തുമ്പിക്കൈക്കോ ശുണ്ഠ. പാദഹ. കാലിന് എന്താ പറയുക? പാദഹ. ഗജഹ കതി പാദാഹ സന്തി. ആനയ്ക്ക് എത്ര കാലുകളുണ്ട്? ചത്വാരഹ. എത്രയാണ്? ചത്വാരഹ, 4. ചതുരഹ പാദാഹ, അല്ലേ? 4 കാലുകളാണുള്ളത്. ഇനി ഏകം ലാംഗൂലഹാപി അസ്തി. ഏകം ഒരു ലാംഗൂലഹ. ലാംഗൂലഹ വാല്. ഒരു വാലും ഉണ്ട്. ലാംഗൂലഹ. ലാംഗൂലഹ വാല്. അപ്പൊ എന്തൊക്കെ? ദന്തഹ, ശുണ്ഠ, കർണഹ, പാദഹ, ലാംഗൂലഹ. അപ്പൊ ദന്തഹ കൊമ്പ്, ശുണ്ഠ തുമ്പിക്കൈ, കർണഹ ചെവി, പാദഹ കാല്, ലാംഗൂലഹ വാല്. നോക്കൂ, ദന്തഹ. ദന്തഹ എന്താണ്? ദന്തഹ കൊമ്പ്. ശുണ്ഠ. ശുണ്ഠ തുമ്പിക്കൈ. പാദഹ. പാദാഹ 4 കാലുകളുണ്ടല്ലേ? ലാംഗൂലഹ വാല്. കർണഹ ചെവി. വായിക്കാമല്ലോ. ഓരോന്നായിട്ട് നിങ്ങളൊന്ന് വായിച്ചു. ഇതെങ്ങനെ വായിക്കാം നമുക്ക്? ദന്തഹ. ദന്തഹ. ഇതെങ്ങനെ വായിക്കും? ദന്തഹ. ഇതോ ശുണ്ഠ. ഇതോ കർണഹ. ലാംഗൂലഹ വാല്. വാലിന് എന്താ പറയുക? ലാംഗൂലഹ. പാദഹ. പാദഹ കാല്. ഇനി നമുക്ക് കുറച്ച് ജന്തവഹ, ജന്തുക്കളുടെ പേര് പഠിക്കാം. ജന്തവഹ. ചിക്രോഡഹ. ചിക്രോഡഹ. നമുക്ക് പരിചയമുണ്ട് അല്ലേ? ചിക്രോഡഹ. ചിക്രോഡഹ എന്ന് വെച്ചാല് അണ്ണാൻ. ചിക്രോഡഹ അണ്ണാൻ. ചിക്രോഡഹ. ചിക്രോഡഹ അണ്ണാൻ. അടുത്തതാരാ? ശുകഹ. ആരാണ്? ശുകഹ. ശുകഹ എന്ന് വെച്ചാൽ ആരാണ്? തത്ത. തത്തയ്ക്ക് പറയുന്ന പേരെന്താ? ശുകഹ. ശുകഹ തത്ത. അടുത്തതാരാണ്? ആദ്യത്തെ അക്ഷരം 2 അക്ഷരം നമുക്കറിയാം. ഏതാണ് ആദ്യത്തെ അക്ഷരം? അജഹ. അജഹ. എന്താണ്? അജഹ. 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 അജഹ ആട്. കാകഹ. കാകഹ. എന്താണ്? കാകഹ. കാകഹ. കാകഹ ആരാണ്? കാക്ക. മണ്ടൂകഹ. മണ്ടൂകഹ. മണ്ടൂകഹ ആരാണ്? തവള. മണ്ടൂകഹ ആരാണ്? തവള. മണ്ടൂകഹ. കുക്കുടഹ. 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 കുക്കുടഹ കോഴി. കുക്കുടഹ. ശുനകഹ. 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 ശുനകഹ ആരാണ്? പട്ടി. ശുനകഹ. മാർജാരഹ. എന്താണ്? മാർജാരഹ പൂച്ച. നമ്മൾ നേരത്തെ പഠിച്ചതാ. വാനരഹ. വേറൊരു പേര്, പുള്ളിക്കാരൻ്റെ വേറൊരു പേര് നമ്മൾ പഠിച്ചു. ഗുളു ഗുഗുളു ഗുഗുളുവിൽ പഠിച്ചു. കബി കമ്പിത ശാഖാഭ്യാം ഗുളു ഗുഗുളു ഗുഗുളു. കബിഹി. എന്താണ്? കബിഹി. ഇവിടെ വാനരഹ. അപ്പോൾ കബിഹി എന്ന് പറഞ്ഞാലും വാനരഹ എന്ന് പറഞ്ഞാലും നമ്മുടെ കുരങ്ങന. വാനരഹ. വാനരഹ. നോക്കിയേ, നമ്മളെ തന്നെ നോക്കിയിരിക്കുന്ന നോക്കിയാണേ. വാനരഹ. ധേനുഹു.
നമുക്ക് പാല് തരുന്നത് അല്ലേ. അജഹ ക്ഷീരം ദദാതി ധേനുഹു ക്ഷീരം ദദാതി. ധേനുഹു നമുക്ക് എന്ത് തരുന്നു? പാല് തരുന്നു അല്ലേ. ധേനുഹു ധേനുഹു. ഇനി നമുക്ക് ഇതിൽ പഠിച്ച വാക്കുകൾ, തീയിൽ അവസാനിക്കുന്ന കുറേ വാക്ക് നമ്മൾ പഠിച്ചു അല്ലേ. എല്ലാ വരിയിലും തീയിൽ അവസാനിക്കുന്നതുണ്ടായിരുന്നു. അത് ക്രിയകളാണ്. നമ്മൾ പിന്നെ ക്ലാസ്സിലെ ക്രിയ എന്താന്നൊക്കെ പഠിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളാണത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ചലതി ചലതി. ചലതി എന്ന് വെച്ചാൽ എന്താ? നടക്കുന്നു. ചലതി. ഭവതി ഭവതി ആകുന്നു. ചലതി ഭവതി. എല്ലാ അക്ഷരവും നമുക്ക് അറിയാവുന്നതാണ്. ധരതി, അതിൽ ധ മാത്രമേ നമുക്ക് പരിചയമില്ലുള്ളൂ. ധരതി ധരിക്കുന്നു. അപ്പോ ചലതി ഭവതി ധരതി. ധരതി ധരതി. അടുത്തോ വഹതി 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 വഹിക്കുന്നു. ഭാതി ഭാതി ശോഭിക്കുന്നു. ഭാതി ശോഭിക്കുന്നു. ഹരതി 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 ആകർഷിക്കുന്നു. അപ്പൊ ഏതൊക്കെയാണ്? ചലതി ചലതി ഭവതി ധരതി വഹതി ഭാതി ഹരതി. ഏതൊക്കെയാണ് വാക്കുകള്? ചലതി ഭവതി ധരതി വഹതി ഭാതി ഹരതി. ബാക്കി മന്ദം മന്ദം. മന്ദം മന്ദം പതുക്കെ പതുക്കെ. മന്ദം മന്ദം എങ്ങനെ വായിക്കും? മന്ദം മന്ദം പതുക്കെ പതുക്കെ. അടുത്തോ ഭീമാകാരഹ. എങ്ങനെ വായിക്കും? ഭീമാകാരഹ വലിയ ശരീരം. ദന്തഹ ദന്തഹ പല്ല്. ദീർഘഹ ദീർഘഹ നീളമുള്ള. ദീർഘഹ നീളമുള്ള. കർണഹ കർണഹ ചെവി. ശൂർപഹ ശൂർപഹ മുറം. ഒന്നും കൂടി. മന്ദം മന്ദം എങ്ങനെ വായിക്കും? മന്ദം മന്ദം പതുക്കെ പതുക്കെ. മന്ദം മന്ദം. ഭീമാകാരഹ എന്താണ്? ഭീമാകാരഹ. ദന്തഹ ദീർഘഹ കർണഹ ശൂർപഹ. മേഘസമാനഹ എന്താണ്? മേഘസമാനഹ മേഘം പോലെ. ശുണ്ഠ ശുണ്ഠ തുമ്പിക്കൈ. ശുണ്ഠ തുമ്പിക്കൈ. ചതുരഹ നാല്. പാദാൻ കാലുകളെ. പാദാൻ കാലുകളെ. ചിത്തം ചിത്തം മനസ്സ്. അസ്മത് നമ്മുടെ. അസ്മത് നമ്മുടെ. മേഘസമാനഹ മേഘം പോലെ. ശുണ്ഠ തുമ്പിക്കൈ. ചതുരഹ നാല്. പാദാൻ കാലുകളെ. ചിത്തം മനസ്സ്. അസ്മത് നമ്മുടെ. അപ്പൊ എന്തൊക്കെയാണ്? മന്ദം മന്ദം ഭീമാകാരഹ ദന്തഹ ദീർഘഹ കർണഹ ശൂർപഹ മേഘസമാനഹ ശുണ്ഠ ചതുരഹ പാദാൻ ചിത്തം അസ്മത്. നമുക്ക് കുറച്ച് അക്ഷരങ്ങൾ കൂടി ഒന്ന് നോക്കാം. 4 അക്ഷരങ്ങൾ. ഭ. ഇതേതാണ് അക്ഷരം? ഭ. ഭ നമ്മൾ പഠിച്ചതാണ് എന്ന് തോന്നുന്നു നേരത്തെ. ഭ. അടുത്ത അക്ഷരം നമുക്ക് നോക്കാം. ധ.
ഏതാണ് അക്ഷരം? ഥ. ഥ. അടുത്ത അക്ഷരം ഹ. ഏതാണ്? ഹ. അപ്പോ ഫ, ഥ, ഹ, ഓ. ഏതാണ്? ഓ. ഫ, ഥ, ഹ, ഓ. ഇതാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കുന്ന അക്ഷരങ്ങൾ. ഫ, ഥ, ഭാതി, ഭവതി, ഥ, ധരതി, ധനം, ഹ, ഹരതി. ഭോ. നമ്മൾ ഫ, ഓ അടയാളം ഇങ്ങനെ ഒരു വര മുകളിലും ഒരു വര താഴെ, ആ അടയാളം ഇട്ടിട്ട് മുകളിൽ വരെയും കൂടെ കൊടുക്കുമ്പോൾ ഓ, ഭോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോ നോക്കേ, ക, ഓ അല്ലേ? അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ ഹോ, ഹ, ഓ, ഹോ. ഇനി തോ. ഇനി അപ്പോ ഭോ, കോ, ഹോ, തോ. ഇന്ത. ഞായും ദായും കൂടി ചേർന്നാണ് ഇന്ത. ദ. ഇന്ത. മന്ദ, മന്ദം അല്ലേ? അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഗജഹ എന്ന പാഠമാണ് പഠിച്ചത്. നമ്മൾ ആ കവിത പഠിച്ചു. അതോടൊപ്പം ഗജഹ കർണം, ചെവി, അതിൻ്റെ കൊമ്പ്, ദന്തഹ, കർണഹ, പാദഹ അവയവങ്ങൾ പഠിച്ചു. നമ്മൾ കുറച്ച് ക്രിയാപദങ്ങൾ പഠിച്ചു. അപ്പോൾ അക്ഷരങ്ങൾ പഠിച്ചു. ഈ വാക്കുകൾ ഇത് നന്നായി പാടി പഠിക്കുക. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള വാക്കുകളെല്ലാം എവിടെ കണ്ടാലും വായിക്കാൻ തക്കവണ്ണം മനസ്സിൽ പതിപ്പിക്കുക. അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുവാൻ ശ്രമിക്കുക. അതുപോലെ ഇന്ന് പഠിച്ച അക്ഷരങ്ങളും അവയും ഹൃദയസ്ഥമാക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ധന്യവാദം. ഭീമാകാരോ ഭവതി ഗജ, ദന്തൗ ദീർഘൗ ധരതി ഗജ, കർണൗ ശൂർപൗ വഹതി ഗജ, മന്ദം മന്ദം ചലതി ഗജ. ഭീമാകാരോ ഭവതി ഗജ, ദന്തൗ ദീർഘൗ ധരതി ഗജ, കർണൗ ശൂർപൗ വഹതി ഗജ, മേഘസമാനോ ഭാതി ഗജ, ശുണ്ഠാമേകാം വഹതി ഗജ, ചതുരപാദാൻ ധരതി ഗജ, അസ്മാചിത്തം ഹരതി ഗജ. മേഘസമാനോ ഭാതി ഗജ, ശുണ്ഠാമേകാം വഹതി ഗജ, ചതുരപാദാൻ ധരതി ഗജ, അസ്മാചിത്തം ഹരതി ഗജ. മന്ദം മന്ദം ചലതി ഗജ, ഭീമാകാരോ ഭവതി ഗജ, ദന്തൗ ദീർഘൗ ധരതി ഗജ, കർണൗ ശൂർപൗ വഹതി ഗജ, മേഘസമാനോ ഭാതി ഗജ, ശുണ്ഠാമേകാം വഹതി ഗജ, ചതുരപാദാൻ ധരതി ഗജ, അസ്മചിത്തം ഹരതി ഗജ. മന്ദം മന്ദം ചലതി ഗജ, ഭീമാകാരോ ഭവതി ഗജ, ദന്തൗ ദീർഘൗ ധരതി ഗജ, കർണൗ ശൂർപൗ വഹതി ഗജ, മേഘസമാനോ ഭാതി ഗജ, ശുണ്ഠാമേകാം വഹതി ഗജ, ചതുരപാദാൻ ധരതി ഗജ, അസ്മചിത്തം ഹരതി ഗജ, അസ്മചിത്തം ഹരതി ഗജ. ഹേ വേണു, പശ്യതു, ഏകഃ ഗജഃ, ഗജഃ മന്ദം മന്ദം ചലതി. രാധ, ഭീമാകാരോ ഭവതി ഗജഃ, ഭീമാകാരഃ. തസ്യ ദന്തൗ പശ്യതു, ദന്തൗ ദീർഘൗ, ദീർഘൗ ദന്തൗ ധരതി. കർണൗ അപി പശ്യതു, കർണൗ ശൂർപൗ വഹതി ഗജ, കർണൗ
शूर्पौ वहति गजः मेघसमानो भाति गजः शुण्ठामेकां वहति गजः ശുണ്ഠാമേകാം വഹതി ഗജഃ. ആ ഒരു തുമ്പിക്കൈയുണ്ട്. ചതുരഃ പാതാൻ ധരതി ഗജഃ അസ്മാകം ചിത്തം ഹരതി ഗജഃ. ഹരതി ഗജഃ. അസ്മച്ചിത്തം ഹരതി ഗജഃ. ഹായ് കൂട്ടുകാരെ, മമ നാമ വീണ, സാ റീന. ഹേ വീണേ, പശ്യതു ഏകഃ ചിത്രോടഃ. ചിത്രോടഃ സുന്ദരം ഭവതി. സുഖം വാ? റീന, ഇതം മമ ശുനകഃ. ശുനകഃ ശുനകഃ ശുനകഃ. ശുനകസ്യ നാമ ടോണി. ശുനകസ്യ നാമ ടോണി. മമ ശുനകഃ. മമ ശുനകഃ. അജഃ അജഃ ക്ഷീരം ദദാതി. അജഃ മമ അജഃ. മമ ഗൃഹേ അജഃ അസ്തി. അജഃ അജഃ അജഃ. ഹായ്, ഏകം മണ്ഡൂകः. മണ്ഡൂകः ബഹു സുന്ദര. മണ്ഡൂകः മണ്ഡൂകः. മണ്ഡൂകः കൂപേ അസ്തി വാപി അസ്തി. മണ്ഡൂകः. ഹായ്, കാകः. കാകः കാകः. കാകः ശ്യാമവർണ്ണः. കാകസ്യ വർണ്ണം കാകസ്യ വർണ്ണः ശ്യാമവർണ്ണः. കാകൂരിടതി കാകാകാ. കാകൂരിടതി കാകാകാ. പശ്യതു വീണ, ശുകൗ 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 ടയേതേ. ശുകഃ ഹരിതവർണ്ണः. ശുകഃ സുന്ദരം ഭവതി. അഹം ഇച്ഛാമി ശുകഃ. കുക്കുടः അണ്ഡം ദദാതി. കുക്കുടः കുക്കുടः. കുക്കുടः അണ്ഡം ന ദദാതി. കുക്കുടി അണ്ഡം ദദാതി. കുക്കുടः കുക്കുടി. കുക്കുടः മമ കുക്കുടः. ഹേ വീണ, പശ്യതു തവ മാർജാരः ആഗച്ഛതി. മാർജാരः മാർജാരः മാർജാരः. അസ്തു, ഇദം മമ മാർജാരः. മമ മാർജാരസ്യ നാമ മീനു. മീനു മമ മിത്രം ഭവതി. വീണ, പക്ഷിമൃഗാദീനാം ശബ്ദമുപയുജ്യ ഏകം ഗാനം ജാനാതി വാ? ജാനാമി, അഹം ഗായാമി. കാകൂരിടതി കാകാകാ. ഭേദഃ ക്രോശതി ക്രോം ക്രോം ക്രോം. ശുനകോ ഭഷതി ബൗ ബൗ ബൗ. മീവതി മാർജാരോപി മ്യാൗ മ്യാൗ മ്യാൗ. വീണ, സമീചീനം. സമയം അതിക്രമ്യ ആവാം ഗൃഹേ ഗച്ഛാവഃ. തദാസ്തു, ശ്വഃ വിദ്യാലയേ ഗച്ഛസി വാ? വിദ്യാലയേ പശ്യാമി. പ്രിയ കൂട്ടുകാരെ, എന്റെയും റീനയുടെയും സംഭാഷണം കേട്ടല്ലോ. ചിക്രോടഃ അജഃ കാകഃ ശുകഃ മണ്ഡൂകഃ കുക്കുടഃ ശുനഃ ഇത്യാദി പക്ഷിമൃഗാദീനാം നാമാനി അവദത്. സർവേ അസ്മാകം സംഭാഷണം ഇച്ഛതി വാ? അസ്തു അസ്തു, സമയം അതിക്രമ്യ. തർഹി പുനർമിലാമഃ. ഗച്ഛതു ഗൃഹം. തഥാസ്തു.